ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നെറ്റ്വർക്ക് തിയറിയിൽ നിന്നുള്ള ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മെഷ് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ടും ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ടും സൂപ്പർ മെഷ് അനാലിസിസും ചോദിക്കാം. അപ്പോൾ ഒരു മെഷ് അനാലിസിസ് വെച്ചുള്ള പ്രോബ്ലം തന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത് സൂപ്പർ മെഷ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും വെച്ചിട്ട് നോർമലി മെത്തേഡ് ചെയ്യാം. ഇനി നോഡൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഒരു ഏതെങ്കിലും പ്രോബ്ലം ചോദിച്ചാൽ അത് സൂപ്പർ നോഡാണെന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ, നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. അപ്പോൾ ഞാൻ മെഷ് അനാലിസിസിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. അപ്പോൾ മെഷ് അനാലിസിസിൽ ഏറ്റവും ചെറിയ ക്ലോസ് ലൂപ്പിനെയാണ് എന്ത് പറയുന്നത്, മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. മെഷ് എന്ന് പറയുന്നത് ഓക്കെ, അത് ഉപയോഗിച്ചുള്ള അനാലിസിസ് ആണ് മെഷ് അനാലിസിസ്. അതിന് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ദ മെഷസ് ആണ്. ഇതിൽ ഈ പ്രോബ്ലം നോക്കിയാൽ ഇവിടെ എത്ര മെഷ് ഉണ്ട്? 3 മെഷസ് ആണുള്ളത്. ഈ 3 മെഷിലും രണ്ടാമത്തെ സ്റ്റെപ്പ് 3 മെഷിലും ഓരോ കറൻറ്റ് അസ്യൂം ചെയ്യാന്നാണ്. അപ്പോൾ ഈ ലൂപ്പിൽ I1 അസ്യൂം ചെയ്തു, I2 അസ്യൂം ചെയ്തു, I3 അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ട്: I1, I2, I3. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് എന്താണ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇതെന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു ഡയമണ്ട് ഷേപ്പിലേക്കാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടാവുക. ഇത് I0 എന്ന് പറഞ്ഞ കറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ I0ൻ്റെ വാല്യൂ എഴുതുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ I0 എന്ന് വെച്ചാൽ ഈ 10 ഓമിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റാണ്. അപ്പോൾ I1 ഈ ഭാഗത്തു കൂടി I1 പാസ് ചെയ്യുന്നുണ്ട്, ഈ ഇതിലൂടെ I2 പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ I1 ആണെങ്കിൽ ഈ മുകളിൽ നിന്ന് താഴോട്ടാണ്, 10 ഓമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് പാസ് ചെയ്യുന്നത്. I2 ആണെങ്കിൽ താഴോന്ന് മുകളിലോട്ടും. അപ്പോൾ I0ൻ്റെ അതേ ഡയറക്ഷനാണ് I1, I2 ആണെങ്കിൽ I0ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമുക്ക് എഴുതാം I0 = I1 - I2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ I0ൻ്റെ വാല്യൂ ആണ് I1 - I2. I1 I2 ഒക്കെ നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂസ് ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യണം. 3 ലൂപ്പിലും KVL അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യണേ, ഞാൻ ആദ്യം എന്ത് ചെയ്തു, പൊളാരിറ്റീസ് മാർക്ക് ചെയ്തു. വോൾട്ടേജിന് ഇവിടെ മൈനസും പ്ലസും പൊളാരിറ്റീസ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ പൊളാരിറ്റീസ് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ I1 പാസ് ചെയ്യണ എൻ്റർ ചെയ്യണ ഭാഗത്ത് പോസിറ്റീവ് സൈനും ലീവ് ചെയ്യുന്ന ഭാഗത്ത് നെഗറ്റീവ് സൈനും ഇട്ട്. ഓക്കെ, അപ്പോൾ I1 ഇവിടെയാണ് എൻ്റർ ചെയ്യണത്, അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ടു. ഈ 12 ഓമിൻ്റെ ഇവിടെയാണ് എൻ്റർ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ പ്ലസ് മാർക്ക് ചെയ്തു, ഇവിടെ നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി ഈ ലൂപ്പിൽ എന്ത് ചെയ്തു, KVL അപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് നിന്ന് പ്ലസ്സിലോട്ട് പോണതുകൊണ്ട് ഞാനിവിടെ -24 നട്ടു. ഓക്കെ, പിന്നെ -24 ഇവിടെ എത്തിയപ്പോൾ പ്ലസ് നിന്ന് മൈനസിലോട്ട് പോണതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് മാർക്ക് ചെയ്തു. ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്താ? ഇത് ഓമിലാണ്, നമുക്ക് വോൾട്ടേജ് ആണ് വേണ്ടത്. അപ്പോൾ ഓം ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു കറൻറ്റ് ചെയ്താലേ വോൾട്ടേജ് ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് 10 ആണ്, ഇതിലൂടെ പോകുന്ന കറൻറ്റ് കിട്ടിയാലേ നമുക്ക് എന്താവുള്ളൂ, വോൾട്ടേജ് ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ റെസിസ്റ്റർ കൂടി ഏതൊക്കെ കറൻറ്റ് പാസ് ചെയ്യണ്ടേ? I1 പാസ് ചെയ്യണ്ടേ, I2 പാസ് ചെയ്യണ്ടേ. I1 പോസിറ്റീവിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്, I2 ആണെങ്കിൽ നെഗറ്റീവിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 10 × I1 - I2 നേരം ഈ റെസിസ്റ്റർ കൂടി പോണ കറൻറ്റ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്തായാലും 10 × I1 - I2. വീണ്ടും ഇവിടെ എത്തി, ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് മാർക്ക് ചെയ്തു. 12 ഇൻറ്റു ഇനി ഇതിലൂടെ പോണ കറൻറ്റുകൾ നോക്കണം. I1 ആണ് പോസിറ്റീവിലോട്ട് എൻ്റർ ചെയ്യുന്നത്, നമ്മളെടുത്ത I3 നെഗറ്റീവിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 12 I1 - I3 നേരം ഈ ഭാഗത്തുള്ള വോൾട്ടേജ് ഈക്വൽ ടു എന്ത് വന്നു, 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ -24 ഇവിടെ ഉണ്ട്, 10 I1 - 10 I2 + 12 I1 - 12 I3 = 0 എന്ന് വരും. അതിൽ നിന്ന് I1ഉം I2ഉം I3ഉം സെപ്പറേറ്റ് ആക്കി ആഡ് ചെയ്ത് എഴുതുക, = കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 24. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൂപ്പിലുള്ള ഇക്വേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഈ പൊളാരിറ്റീസൊക്കെ ഒഴിവാക്കുക. നമ്മൾ പുതിയ
സെക്കൻഡ് ലൂപ്പിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് ലൂപ്പിൽ I2 എൻ്റർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ അവിടെ എല്ലാം എന്താ ചെയ്യുക, പോസിറ്റീവ് മാർക്ക് ചെയ്യുക. I2 ഇവിടെ വേണം എൻ്റർ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. I2 ഇവിടെയാണ് എൻ്റർ ചെയ്യുന്നത്, പ്ലസ് മൈനസ്. ഇനി എന്താ ചെയ്യുക, ഇവിടെ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ഇൻറ്റു ഇവിടുത്തെ വോൾട്ടേജ് കിട്ടാൻ ഇവിടുത്തെ 10 ഇൻറ്റു ഇതിൽ കൂടി പോണ കറണ്ട് ആളെ I2 പോകുന്നുണ്ട്, I1 പോകുന്നുണ്ട്. I2 ആണ് പ്ലസ്സിലോട്ട് എൻ്റർ ചെയ്യുന്നത്, I1 നെഗറ്റീവിലോട്ടാണ്. അപ്പം എന്ത് വരും, 10 ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് ഇതിലൂടെ I2 എന്ന് പറഞ്ഞ കറണ്ട് മാത്രമേ പാസ് ചെയ്യണുള്ളൂ. അപ്പോൾ 24 ഇൻറ്റു പ്ലസ്സിലോട്ടാണ്, അപ്പോൾ പ്ലസ് 24 ഇൻറ്റു I2 പ്ലസ് 4 ഇൻറ്റു I2 മൈനസ് I3 ഇങ്ങനെയാണ് വരിക. അപ്പോൾ 4 ഇൻറ്റു I2 മൈനസ് I3 = 0 എന്ന് വരും. ഇതിൽ നിന്നും I1 I2 I3 ഒരുമിച്ച് എഴുതി =0 എന്ന് എടുത്തു. ഇനി മൂന്നാമത്തെ ലൂപ്പിൽ ഈ പൊളാരിറ്റീസ് എല്ലാം ഒഴിവാക്കുക. മൂന്നാമത്തെ ലൂപ്പിൽ I3 എൻ്റർ ചെയ്യുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, പോസിറ്റീവ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, ഇവിടെ ഡിപ്പെൻഡൻസ് സോഴ്സിന് ഇവിടെ പ്ലസ് മൈനസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൂപ്പിൽ അപ്ലൈ ചെയ്താൽ 12 ഇൻറ്റു I3 പ്ലസ്സിലോട്ട് എൻ്റർ ചെയ്യണേ, I1 നെഗറ്റീവിലോട്ട്. അപ്പോൾ 12 I3 മൈനസ് I1 പ്ലസ് 4 I3 മൈനസ് I2 പ്ലസ് 4 I0 = എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ I0 ഉണ്ട്. ഈ I0ന് നമ്മൾ എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I1 മൈനസ് I2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് I1 I2 I3 മാറ്റി എഴുതിയാൽ നമുക്ക് 3 ഇക്വേഷനായി. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ഏറ്റവും നല്ലത് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഇത് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിനെ മെട്രിക്സ് മെത്തേഡും സോൾവ് ചെയ്യുക. മെട്രിക്സ് മെത്തേഡ് സോൾവ് ചെയ്യാമെന്ന് എങ്ങനെ അറിയാമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ I1 ടേം ആവണം ഫസ്റ്റ് കോളത്തിൽ, I2 ടേം ആവണം സെക്കൻഡ് കോളത്തിൽ, I3 ടേം ആവണം തേർഡ് കോളത്തിൽ. ഓക്കെ. = കോൺസ്റ്റൻ്റ് ആൾ ഇവിടെ അതേപോലെ 24 0 0. ഇനി I1 ആണ് കാണാനുള്ളെങ്കിൽ Δ1/Δ ആയിരുന്നു. അപ്പോൾ ഡെൽറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. Δ1 ആണെങ്കിൽ ഈ ഫസ്റ്റ് കോളം ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഈ കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 24 0 0 എന്നുള്ളത് അതേ കാരണം Δ1 ഡിറ്റർമിനൻ്റ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള Δ1 കിട്ടി. ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ചെയ്താൽ നമുക്ക് I1 കിട്ടും. അതേപോലെ തന്നെ ഇനി I2 കാണുന്നുണ്ടെങ്കിൽ Δ2 ഡിവൈഡ് ബൈ ഡെൽറ്റയാണ്. Δ2 കാണാൻ ഈ സെക്കൻഡ് കോളം റിമൂവ് ചെയ്തിട്ട് അവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അത് ചെയ്താൽ നമുക്ക് I1 I2 I3 ഈ വാല്യൂസ് കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതൊരു മറ്റൊരു ടൈപ്പ് മെഷ് അനാലിസിസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ 4 ലൂപ്പുകളുണ്ട്. 4 ലൂപ്പിലും ഓരോ കറൻറ്റ് അസ്യൂം ചെയ്തു, I1 I2 I3 I4. ഈ ഓരോ ബ്രാഞ്ചിൽ ഈ ലൂപ്പിൽ നോക്കിയാലോ നമുക്ക് KVL എഴുതാൻ പറ്റുമോ, ഇല്ലല്ലോ. KVL എന്ന് വെച്ചാൽ വോൾട്ടേജസ് എല്ലാം ആഡ് ചെയ്താൽ 0 കിട്ടണമെന്നാണ്. അപ്പോൾ ഇത് 4 ആംപിയർ എന്നാണ്, ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കറണ്ട് സോഴ്സ് വന്നതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് അറിയില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് അറിയാം, 5 ഇൻറ്റു I1 ഉണ്ട് I3 ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും, ഇവിടുത്തെ വോൾട്ടേജ് കിട്ടൂല. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് നോക്കുക, ഈ ഒരു ബ്രാഞ്ചിലൂടെ ആക്ച്വലായിട്ട് പാസ് ചെയ്യുന്നത് 4 ആംപിയർ ആണ്. നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് എന്താണ്, I1 എന്നാണ് പാസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ. അപ്പോൾ അസ്യൂം ചെയ്തത് I1 ആണ്, ആക്ച്വലായിട്ട് 4 ആംപിയർ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് I1 = എന്ത് കിട്ടും, 4 ആംപിയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഈ ബ്രാഞ്ചിലൂടെ ആക്ച്വലായിട്ട് പാസ് ചെയ്യുന്നത് 3 ആംപിയർ ആണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്, I2 എന്നാണ് പാസ് ചെയ്യുന്നത് എന്നാണ് ഈ ലൂപ്പിലൂടെ. ഓക്കെ. അപ്പോൾ I2 = എന്ത് കിട്ടും, 3 ആംപിയർ എന്ന് കിട്ടും. I4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് I4 പാസ് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ. ശരിക്കും എങ്ങനെയാണ്, താഴെ വന്ന് മുകളിലോട്ട് ഒരു 3 ആംപിയർ പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അസ്യൂം ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 3 ആംപിയർ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് I4 = എന്ത് എഴുതാം, -3 ആംപിയർ എന്ന് എഴുതാം.
അപ്പോൾ മെഷ് അനാലിസിസിൽ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. ഓക്കെ, I1ഉം I2ഉം I3 നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി ഇതിൽ നോക്കിയാൽ ഇവിടെ കറണ്ടാണ്, അല്ല ഇവിടെ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ആണ്, വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലൂപ്പിൽ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യാം. അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്തു, പൊളാരിറ്റി മാർക്ക് ചെയ്തു. I3 എൻ്റർ ചെയ്യുന്നിടത്ത് എന്ത് ചെയ്തു, പ്ലസ് ഇട്ട് കൊടുത്തു. ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്, ഇത് ഓൾറെഡി പ്ലസ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു I3 മൈനസ് I1, 2 ഇൻറ്റു I3 മൈനസ് I2, 2 ഇൻറ്റു I3 മൈനസ് I4 പ്ലസ് 2 ഈസ് ഇക്വൽ ടു 0. അതിൽ I1നും I2നും I4നും എന്ത് ചെയ്യും, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ I3ൻ്റെ വാല്യൂ 2 ആംപിയർ കിട്ടി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കറൻറ്റ് ത്രൂ 5 ഓം ആണ്. ഈ 5 ഓമിലൂടെ പോണ കറൻ്റാണ്. അതിൽ കൂടി I3 പാസ് ചെയ്യുന്നുണ്ട്, I1ഉം പാസ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ I3 മൈനസ് I1 എന്നോ അല്ലെങ്കിൽ I1 മൈനസ് I3 എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അക്രോസുള്ള പവർ ചോദിച്ചാൽ I² ഇൻറ്റു ഈ വാല്യൂ ചെയ്യുക. ഇതിൽ കൂടി പോണ കറൻറ്റ് I1 മൈനസ് I3 മൈനസ് I1 സ്ക്വയർ ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ചെയ്താൽ ഇതിലൂടെയുള്ള പവറും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു മെഷ് അനാലിസിസ് നെക്സ്റ്റ് മോഡലാണ്. ഈ ലൂപ്പിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ഇവിടെ വോൾട്ടേജ് സോഴ്സ്, ഇവിടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ KVL അപ്ലൈ ചെയ്താൽ എന്തൊക്കെയാണ് വരിക, -2 പ്ലസ് 1 ഇൻറ്റു I1 പ്ലസ് 10 ഇൻറ്റു I1 മൈനസ് I2 ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് I1ഉം I2ഉം ഒറ്റന്നാക്കിയിട്ട് എഴുതി. ഇനി ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കിയാലും നമുക്ക് മനസ്സിലാവുക ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്തുണ്ട്, ഒരു കറൻറ്റ് സോഴ്സ് ഉണ്ട്. കറൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ KVL, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് അറിയില്ല, അതുകൊണ്ട് KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ 2 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിൽ KCL അപ്ലൈ ചെയ്യാം. KCL അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ I3 എന്ന് വെച്ചാൽ I3 എങ്ങനെ പാസ് ചെയ്യണേ, ഈ ബ്രാഞ്ചിലൂടെ I3 എങ്ങനെ പാസ് ചെയ്യണത്, താഴെന്ന് മുകളിലോട്ടാണ് പാസ് ചെയ്യണത്. I2 ആണെങ്കിലോ മുകളിൽ താഴോട്ടും. ഈ 4 ആംപിയർ ആക്ച്വലായിട്ട് പാസ് ചെയ്യുന്നത് താഴോന്ന് മുകളിലോട്ടാണ്, അതായത് I3ൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 4 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, I3ൻ്റെ അതേ ഡയറക്ഷനാണ് ഇതുള്ളത്, I2 എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു 4 ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, അപ്പോൾ 3 ഇക്വേഷൻ വേണം. അപ്പോൾ എത്ര ഇക്വേഷൻ ആയിട്ടുള്ളൂ, 2 ഇക്വേഷനേ ആയിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തിട്ട് ഈ മൊത്തം ഈ സൂപ്പർ മെഷിൽ എന്ത് ചെയ്തു, KVL അപ്ലൈ ചെയ്യണം. ഇവിടെ റെസിസ്റ്ററാണ്, ഇവിടെ റെസിസ്റ്ററാണ്, ഇവിടെ റെസിസ്റ്ററാണ്. ഏതൊരു ക്ലോസ് ലൂപ്പിലും നമുക്ക് KVL അപ്ലൈ ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ അതിൽ KVL അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പൊളാരിറ്റീസ് മാർക്ക് ചെയ്തു. പ്ലസ് മൈനസ്, I2 എൻ്റർ ചെയ്യുന്നത് പ്ലസ് മൈനസ്, I3 ഇവിടെയാണ് എൻ്റർ ചെയ്യുന്നത്, ഈ ലൂപ്പിൽ I3 ഇവിടെയാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്താൽ 10 ഇൻറ്റു I2 പ്ലസ്സിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, മൈനസിലോട്ട് I1 എൻ്റർ ചെയ്യുന്നുണ്ട്, I2 മൈനസ് I1 പ്ലസ് 5 ഇൻറ്റു പ്ലസ് ഇതിലൂടെ I2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ഇൻറ്റു I2 പ്ലസ് 15 ഇൻറ്റു ഇതിൽ കൂടെ I3 മാത്രമേ ഉള്ളൂ, I3 ഈസ് ഈക്വൽ ടു 0. അത് ഇക്വേഷൻ സോൾവ് ചെയ്താൽ 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ I1ഉം I2ഉം I3യും കിട്ടി. അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് 10 ഓമിലൂടെ പോണ കറൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 10 ഓമിലൂടെ I1ഉം പാസ് ചെയ്യുന്നുണ്ട്, I2ഉം പാസ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ I1 മൈനസ് I2 അല്ലെങ്കിൽ I2 മൈനസ് I1 ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ഞാൻ മെഷ് കറൻറ്റ് AC വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവുക, ആദ്യം തന്നെ ഇതിൽ സൂപ്പർ മെഷ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, കറണ്ട് സോഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ 3 മെഷ് ഉള്ളതുകൊണ്ട് I1 I2 I3 എടുത്തു. ഈ ലൂപ്പിൽ ആദ്യം എന്ത് ചെയ്തു, പൊളാരിറ്റീസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ I1 എൻ്റർ ചെയ്യുന്നിടത്ത് പ്ലസ് ഇട്ടിടണം. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ് വരും. അപ്പോൾ -10 ആംഗിൾ 30 ഡിഗ്രി പ്ലസ് 5 ഇൻറ്റു I1 മൈനസ് J2 ഇൻറ്റു I1
പ്ലസ് 3 ഇൻറ്റു I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ I1ഉം I2ഉം ഒരുമിച്ച് എഴുതി, കോൺസ്റ്റൻറ്റിനെ മാറ്റി എഴുതി. ഇനി ഈ ലൂപ്പിലാണെങ്കിൽ 3 ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് J5 ഇൻറ്റു I2 പ്ലസ് 5 ഇൻറ്റു I2 മൈനസ് I1 ഈസ് ഈക്വൽ ടു I2 മൈനസ് I3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്നും I1ഉം I2ഉം I3ഉം ഒരുമിച്ച് എഴുതാം. മൂന്നാമതും അതേപോലെ തന്നെ KVL അപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു I3 മൈനസ് I2 2 ഇൻറ്റു I3 മൈനസ് J2 ഇൻറ്റു I3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 3 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് എന്ത് മെത്തേഡ് മാത്രമേ പറ്റുള്ളൂ? മെട്രിക്സ് മെത്തേഡ് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ഒന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ മെട്രിക്സ് വരെയെങ്കിലും എഴുതി വെക്കണം. 3 ഇക്വേഷനിലെ I1ൻ്റെ ടേം ആദ്യം എഴുതുക, ആദ്യം എല്ലാം എഴുതുക. ഇതേപോലെ I2ൻ്റെ ടേംസ് ഇവിടെ എഴുതുക, I3ൻ്റെ ടേംസ് എഴുതുക. ഇവിടെ I1 I2 I3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 ആംഗിൾ 0 0 0 ഒന്നെങ്കിൽ ഇതുവരെയെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ I1 കാണുന്നുണ്ടെങ്കിൽ ഈ കോളം മാറ്റിയിട്ട് അവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക, ഡിവൈഡ് ബൈ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. ഇനി I2 ആണെന്ന് വെച്ചാൽ ഈ കോളം റിമൂവ് ചെയ്തിട്ട് അവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I3 ആണെന്ന് വെച്ചാൽ ഈ തേർഡ് കോളം റിമൂവ് ചെയ്തിട്ട് അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 വാല്യൂസും കിട്ടും. ഓക്കെ, ഇത് സാധാ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ചെയ്യാം. ഈ നോഡ് അനാലിസിസ് ആണ്. അപ്പോൾ നോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടിൽ കൂടുതൽ ഉള്ള ബ്രാഞ്ചസ് കൂടിച്ചേരുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഒരു നോഡിനെ നമ്മൾ റെഫറൻസ് നോഡാക്കി എടുക്കും. അത് നോഡാക്കിയിട്ട് അവിടുത്തെ വോൾട്ടേജിനെ 0 റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് ഞാൻ ഇവിടെ ഈ നോഡിൻ്റെ വോൾട്ടേജാണ് 0 ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നോഡിനെ V1 എന്നും V2 എന്നും റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കറൻറ്റ് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഇതിലോട്ട് 3 ബ്രാഞ്ചസ് ഉള്ളത്. അപ്പോൾ 3 കറൻറ്റുകൾ എന്ത് ചെയ്തു, ഞാൻ ലീവ് ചെയ്യണ എടുത്തു. ഈ ജംഗ്ഷനിൽ 3 കറൻറ്റുകൾ ലീവ് ചെയ്യണ ഇതേപോലെ മാർക്ക് ചെയ്തു, I1 I2 I3. ഇനി ഈ നോഡിൽ എന്ത് ചെയ്യണം, KCL കിർച്ചോഫ്സ് കറൻറ്റ് ലോ അപ്ലൈ ചെയ്യണം. ഓക്കെ, കിർച്ചോഫ്സ് കറൻറ്റ് ലോ എന്ത് ചെയ്യുന്നു, കറൻറ്റ് എൻട്രിങ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറൻറ്റ് ലീവിങ് ആണ്. അപ്പോൾ ഇതിലോട്ട് ഒരു കറൻറ്റും എൻറ്റർ ചെയ്യണില്ല. നമ്മൾ അസ്യൂം ചെയ്തതാണെങ്കിൽ I1ഉം I2ഉം I3 എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, കറൻറ്റ് എപ്പോഴും എങ്ങനെയാണ്, ഹയർ വോൾട്ടേജിൽ നിന്ന് ലോവർ വോൾട്ടേജിലോട്ടാണ് പാസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡയറക്ഷൻ എടുത്തിട്ടുള്ളത് ഈ V1 നിന്ന് ഈ 2 വോൾട്ടേജിലോട്ട് പാസ് ചെയ്യുന്ന അതേപോലെയാണ് I1 ഞാൻ അസ്യൂം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹയർ വോൾട്ടേജ് V1 ആണ്, ലോവർ വോൾട്ടേജ് ഏതാണ്, 2 എന്നുള്ളത്. അപ്പോൾ V1 നിന്ന് 2ലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ആയി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, 0.5 ആണ്. അപ്പോൾ V1 മൈനസ് 2 ഡിവൈഡ് ബൈ 0.5 ആണ് ഇത് I1 എന്നുള്ള വാല്യൂ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി I2 എന്നാണെങ്കിൽ ഈ ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്, ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ 0 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ V1 മൈനസ് 0 ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് ചെയ്താൽ I2 കിട്ടി. V1 മൈനസ് V2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ ഈ കറണ്ട് I3യും കിട്ടി. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക, V1നെ ഒറ്റൊന്നാക്കിയിട്ട് എഴുതുക. അതായത് 0.5 എന്നുള്ളതിനെ 2 എന്നാക്കി എടുത്തു. 2 ഇൻറ്റു V1 മൈനസ് V2. 0.25 എന്ന് വെച്ചാൽ 4V1 ആണ്, പ്ലസ് V1 മൈനസ് V2. അതിൽ നിന്ന് V1ഉം V2ഉം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡ് നോഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കറൻറ്റുകൾ അസ്യൂം ചെയ്യണം. നമുക്ക് ഈ തന്നെ എടുക്കണം എന്നില്ല, ഇഷ്ടമുള്ള കറൻറ്റുകൾ അസ്യൂം ചെയ്യാം. ഞാൻ I4 എന്നും I5 എന്നും ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉള്ളതുകൊണ്ട് അതിന് ഞാൻ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 3 കറൻറ്റ് എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. I4 പ്ലസ് I5 ഈസ് ഈക്വൽ ടു എന്ത്, പ്ലസ് V1 ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 എന്ന് വരും. I4 എന്ന് വെച്ചാൽ V2 എന്ന് V1ലോട്ടാണ് പാസ് ചെയ്യണത്. അതുകൊണ്ട് V2 മൈനസ് V1 ഡിവൈഡ് ബൈ 1 എന്ന് വരും. ഇതാണെങ്കിൽ V2 എന്ന് 0ലോട്ടാണ് പാസ് ചെയ്യുന്നത്. ഈ ഭാഗത്തെ വോൾട്ടേജ് എല്ലാം എന്താണ്, 0 ആണ്. അപ്പോൾ V2 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും.
പ്ലസ് ഇതും ലീവ് ചെയ്യാണ് പ്ലസ് V1 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് V2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. V2 ഈസ് ഈക്വൽ ടു 0 അതിവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് 0 ആവണമെന്നില്ല, നിങ്ങൾ ചെയ്താൽ വേറെ വാല്യൂസ് കിട്ടും. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടും. ആ 2 ഇക്വേഷൻസും കൂടി എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ V2 0 കിട്ടി, അത് വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, V1ൻ്റെ വാല്യൂ 4/7 കിട്ടി. അപ്പോൾ V1 കിട്ടി, V2 കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ 4 നോഡുകളാണുള്ളത്. ഒരു നോഡ് ഇത്, രണ്ടാമത്തെ നോഡ് ഇത്, മൂന്നാമത്തെ നോഡ് ഇത്, നാലാമത്തെ നോഡ് ഇത്. ഇതിനെ ഞാൻ റെഫറൻസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നോഡിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ഇതിൽ കൂടി ഒരു കറണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം, ഇതിൽ കൂടി ഒരു കറണ്ട് അസ്യൂം ചെയ്യാം, ഇതിലൂടെ പോണ കറണ്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റൂല. അസ്യൂം ചെയ്യാം, ഇതിൽ കൂടെ ഒരു ഉണ്ടാവും, പക്ഷെ നമുക്ക് കറണ്ട് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഒരു 10 വോൾട്ടേജ് ഉണ്ട്. 10 വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെന്നാലേ നമുക്ക് അതിൽ കൂടെയുള്ള കറണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യമുണ്ട്, വോൾട്ടേജ് എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ ഒരു 10 വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തെ വോൾട്ടേജ് മൈനസ് ഈ ഭാഗത്തെ വോൾട്ടേജ് അതേക്കാരം ഈ 10 വോൾട്ട് എന്നുള്ളത്. ഓക്കെ, ഏത് കാര്യങ്ങളും ഇപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ ഈ 2 ഓമിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഈ ഭാഗത്തെ വോൾട്ടേജ് മൈനസ് ഈ ഭാഗത്തെ വോൾട്ടേജ് കാരണം ഈ 2 ഓം എന്നുള്ളത് അല്ലെ, ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഈ വോൾട്ടേജിൻ്റെ ഈ ഭാഗത്തെ വോൾട്ടേജ് മൈനസ് ഈ ഭാഗത്തെ വോൾട്ടേജ് കാരണം ഇതുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തെ വോൾട്ടേജ് പ്ലസ്സിലുള്ളത് V1 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് സൈഡിലുള്ളത് 0 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റെഫറൻസ് നോഡിനും നോൺ റെഫറൻസ് നോഡിനും ഇടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുക V1 മൈനസ് 0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 10 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 10 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ 2 നോഡ് കണ്ടോ, അതായത് ഒരു 2 നോഡുകൾക്ക് ഇടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ, 2 നോഡുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമുള്ളെങ്കിൽ അതിനെ സൂപ്പർ നോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തെ വോൾട്ടേജ് മൈനസ് ഈ ഭാഗത്തെ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തേക്കാരം, ഈ വാല്യൂ ഇക്കാരം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം V2 മൈനസ് V3 ഈസ് ഈക്വൽ ടു 5 വോൾട്ടേജ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, V1 V2 V3. അപ്പോൾ 3 ഇക്വേഷൻസ് വേണം. ഞാൻ ഈ ഒറ്റ നോഡ് ഉണ്ടല്ലോ, ഇതിനെ ഒരു ഒറ്റ നോഡാക്കിയിട്ട് സൂപ്പർ നോഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ നോഡിലോട്ട് എൻ്റർ ചെയ്യണതും ലീവ് ചെയ്യണ കറൻറ്റുകൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ നോഡിൽ KCL അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന കറൻറ്റുകൾ ഏതൊക്കെയാണ്, I1 എൻ്റർ ചെയ്യുന്നുണ്ട്, I4 എൻ്റർ ചെയ്യുന്നുണ്ട്, I2 I3 എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം ഏതൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത്, I1 I4. I1 പ്ലസ് I4 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I3 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ I1 എന്ന് വെച്ചാൽ V1 എന്ന് V2ലോട്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം I1ൻ്റെ വാല്യൂവിനെ. I4 ആണെങ്കിലോ ഈ വോൾട്ടേജിൽ നിന്ന് ഈ വോൾട്ടേജിലോട്ടാണ്. അപ്പോൾ V1 മൈനസ് V3 ഡിവൈഡ് ബൈ 4 എന്ന് വന്നു. ഇനി I2 ആണെന്നെങ്കിൽ V2ന്ന് 0ലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ V2 മൈനസ് 0 ഡിവൈഡ് ബൈ 8 എന്ന് വന്നു. I3 ആണെങ്കിൽ V3 മൈനസ് 0 ഡിവൈഡ് ബൈ 6 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ അവിടുന്ന് V1ഉം V2ഉം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടും, 3 ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യാൻ ഈ V1 ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് V2ൻ്റെയും V3ൻ്റെയും ടേം മാത്രമായിട്ട് മാറും. ഇത് പ്ലസ് ഓർ മൈനസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് 3 വാല്യൂ ചെയ്താൽ V1ഉം V2ഉം V3യും ഈ വാല്യൂസ് നമുക്ക് കിട്ടും. ചെയ്ത് നോക്കുക. ഇതേപോലെ നോഡ് വോൾട്ടേജ് കാണാനുള്ള AC വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഞാൻ 3 കറൻറ്റുകൾ അസ്യൂം ചെയ്തു, I1 I2 I3 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ നോഡ് എയിൽ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0 എന്ന് വന്നു. I1ൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക, ഇവിടുത്തെ വോൾട്ടേജ് VA എന്നാക്കിയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ VA മൈനസ് ഈ വാല്യൂ, ഇവിടുത്തെ വോൾട്ടേജ് ഈ വാല്യൂ ആണ്, ഡിവൈഡ് ബൈ J6.
പിന്നെ I2 എന്നുള്ളത് വി എന്ന് വി ബിയിലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ വി എ മൈനസ് വി ബി ഡിവൈഡ് ബൈ 3 എന്ന് വന്നു. ഇനി മൂന്നാമത്തെ I3 എന്നുള്ളത് വി എന്ന് സീറോയിലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ വി എ ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് മൈനസ് J6 എന്ന് വന്നു ഇസിക്വൽ ടു 0. അത് ഞാൻ വി എന്നെ ഫാക്ടേഴ്സ് കോയിഫിഷ്യൻസ് ഇവിടെ 1/6 ഉണ്ട്, 1/J6 ഉണ്ട്, ഇവിടെ 1/3 ഉണ്ട്, പിന്നെ ഒരു 1/-J6 ഉണ്ട്. വി ബിൻ്റെ കോയിഫിഷ്യൻസ് ഇവിടെ ഒരു 1/3 മാത്രമേ ഉള്ളൂ. മൈനസ് വി ബി ഇൻറ്റു 1/3 പ്ലസ് ഈക്വൽ ടു നമ്മുടെ കോൺസ്റ്റൻറ്റ് 10 ആംഗിൾ 0 ഡിവൈഡ് ബൈ J6. അതിനെ ഞാൻ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതി ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി KCL സെക്കൻഡ് നോഡിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കറൻറ്റുകളെ ഞാൻ അസ്യൂം ചെയ്തു. I4 പ്ലസ് I5 പ്ലസ് I6 ഈ 3 കറൻറ്റും എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. അപ്പോൾ I4 പ്ലസ് I5 പ്ലസ് I6 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ I4 ആണെങ്കിൽ വി ബിന്ന് വി എയിലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ വി ബി മൈനസ് വി എ ഡിവൈഡ് ബൈ 3. I5 ആണെങ്കിൽ വി ബിന്ന് സീറോയിലോട്ടാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ വി ബി ബൈ J4. I6 ആണെങ്കിലും വി ബി ഇത് കപ്പാസിറ്റർ ആണ്, വോൾട്ടേജ് സോഴ്സ് അല്ല. അപ്പോൾ വി ബിന്ന് സീറോയിലോട്ടാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്തൊക്കെയാണ്, J5 ഉണ്ട്, ഒരു മൈനസ് J4 ഉണ്ട്. ഇത് രണ്ടും സീരീസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ J5 മൈനസ് J4 ചെയ്താൽ J1 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നും വി എനെ ഒറ്റൊന്നാക്കി എഴുതുക, വി ബിനെ കോയിഫിഷ്യൻസ് ഒറ്റൊന്നാക്കി എഴുതുക. അത് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1/3 ചെയ്തപ്പോൾ -0.33 വി എ. അതേപോലെ ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസും മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്താൽ നമുക്ക് വി എ വി ബിയും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ വിത്ത് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു കപ്പാസിറ്റർ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആണ്. ഇതിനെ ഒരു കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് അതേപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആയി കാരണം. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് എന്ത്, കറണ്ട്. ഇനി ഇതിനെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ ഈ പാരലൽ റെസിസ്റ്റൻസിന് എന്താക്കുക, സീരീസ് റെസിസ്റ്റൻസ് ആക്കുക. ഇവിടുത്തെ വോൾട്ടേജിൻ്റെ വാല്യൂ ഈ കറണ്ടിൻ്റെ ആ റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ വോൾട്ടേജും കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം ഞാൻ വെച്ചാൽ ഫൈൻഡ് കറണ്ട് ത്രൂ 4 ഓം റെസിസ്റ്റർ എന്നാണ്. ഈ 4 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ ചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, ഇതിനെ അതേപോലെ തന്നെ നിർത്തണം. അപ്പോൾ ഈ 5 ഓമും 5 ആംപിയറും 2 ഓമും എന്താണ്, കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം, വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കുക. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 2 ഓം ആണ്. വോൾട്ടേജിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക, 5 × 2 10 വോൾട്ട് എന്ന് വരും. ഓക്കെ, ഈ 6 വോൾട്ട് ഇവിടെ ഉണ്ട്, ഈ 2 ആംപിയർ ഇവിടെ ഉണ്ട്, 4 ഓം അതേപോലെ തന്നെ ഉണ്ട്. ഈ ഒരു 10 വോൾട്ടും 6 വോൾട്ടും എന്തിലാണ്, സീരീസിലാണ്. നമുക്ക് അതിനെന്താക്കി എഴുതാം, ഒറ്റ വോൾട്ടേജ് സോഴ്സ് ആക്കിയിട്ട് എഴുതാം. ഇവിടെ മൈനസ് നിന്ന് പ്ലസ്സിലോട്ടാണ്, ഇവിടുന്ന് പ്ലസ് നിന്ന് മൈനസിലോട്ടാണ്. അപ്പോൾ ഇവിടെ -10 + 6 എന്ന് വെച്ചാൽ -4 വോൾട്ട് എന്നാവും. അപ്പോൾ ഒരു 4 വോൾട്ടിൻ്റെ ഒരു DC സോഴ്സ് ആയിട്ടേക്കാരം ഇത് ചേഞ്ച് ആവുക. ഈ 2 ഓം റെസിസ്റ്റർ അതേപോലെ തന്നെ ഉണ്ട്, 2 ആംപിയറും ഇവിടെ ഉണ്ട്, 4 ഓമും ഇവിടെ ഉണ്ട്. ഇത് വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആണ്. അതിനെ ഞാൻ എന്താക്കി, കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കി. ഈ റെസിസ്റ്റൻസ് അതേപോലെ എഴുതി. ഈ കറണ്ടിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക, ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് 2 ആംപിയർ. ഓക്കെ, ഇനി ഈ 2 ആംപിയറും ഈ 2 ആംപിയറും പാരലലിൽ 2 കറണ്ട് സോഴ്സ് ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്താൽ ഒരേ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഇവിടെ 4 ആംപിയർ വന്നു, ഈ 2 ഓം ഇവിടെ വന്നു, ഈ 4 ഓം ഇവിടെ അത് അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിക്കുള്ളിൽ കറണ്ട് കണ്ടെത്തണം. ആ കറണ്ട് കണ്ടെത്താൻ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുക. ഓക്കെ, കറണ്ട് ഡിവിഷൻ റൂള് ഈ റെസിസ്റ്റർ കൂടിയുള്ള കറണ്ട് കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വരിക, I4 കൂടിയുള്ള കറണ്ട് കാണാൻ 4 × 2 ഡിവൈഡ് ബൈ 2 + 4 ചെയ്താൽ നമുക്ക് കിട്ടും 1.33 ആംപിയർ എന്ന് കിട്ടും.
ഓക്കെ, ഇതേപോലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങളൊക്കെ അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ മെയിലിലോട്ട് ഏതെങ്കിലും ചെയ്യാം, മെയിൽ അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.